ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ബബ്ലു. ഞങ്ങളുടെ ഡ്രീമിൻഡിൽ വന്ന് MBBS അഡ്മിഷൻ എടുക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫീസ് പാക്കേജ് വന്ന് ലോ ബഡ്ജറ്റ് ഉള്ള ഒരു കോളേജ് തിരഞ്ഞെടുക്കണോ അതോ ഹൈ ബഡ്ജറ്റ് ഉള്ള കോളേജസ് തിരഞ്ഞെടുക്കണോ എന്നുള്ളത്. എങ്കിൽ ഞങ്ങൾ ഡോക്ടേഴ്സ് വന്ന് ഞങ്ങൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ബഡ്ജറ്റ് തിരഞ്ഞെടുക്കുന്നതിൽ ഉപരിയായിട്ട് ഏറ്റവും ബേസിക് അക്രഡിറ്റേഷൻസ് ഉള്ള കോളേജുകൾ, ഫോർ എക്സാമ്പിൾ ECFMG, ഫെയ്മർ, WHO വേൾഡ് ഡയറക്ടറി സ്കൂൾ ഓഫ് മെഡിസിൻ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസ്, ഇങ്ങനത്തെ കോളേജസ് വേണം നമ്മൾ കൂടുതലും തിരഞ്ഞെടുക്കാനായിട്ട്. എങ്കിൽ വളരെ ലോ ബഡ്ജറ്റിലുള്ള പാക്കേജസ് തിരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒത്തിരി ലോ ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ അവരവരുടെ ഫെസിലിറ്റീസിലും ഫാക്കൽറ്റീസിലും കോംപ്രമൈസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ലോ ബഡ്ജറ്റ് പാക്കേജിന്റെ നെഗറ്റീവ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളിൽ അവർ വളരെ ലോ ബഡ്ജറ്റിലുള്ള പാക്കേജസ് ധാരാളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോ ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലോക്കൽ ലാംഗ്വേജിലാകാനാണ് കൂടുതൽ സാധ്യത. അതുപോലെ തന്നെ അവിടെയുള്ള ബേസിക് ഫെസിലിറ്റീസും ഫാക്കൽറ്റീസും വളരെ മിനിമൽ ആയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളായ ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ, മോൾഡോവ എന്നീ രാജ്യങ്ങളിൽ കുട്ടികൾക്കായിട്ടുള്ള അഡ്മിഷൻസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് അഡ്മിഷൻ എടുക്കാൻ വരുന്ന സ്റ്റുഡൻസും പേരൻസും യൂഷ്വലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്നുള്ളത്. ഞങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ്. ഉസ്ബെക്കിസ്ഥാൻ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെമസ്റ്ററൽ പേയ്മെൻറ്റ്, അതായത് ഒരു 6 മാസം കൂടുമ്പോൾ കുട്ടികൾക്ക് 2 ലക്ഷത്തിൽ താഴെ ട്യൂഷൻ ഫീസ് അടച്ച് പഠിക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉസ്ബെക്കിസ്ഥാനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കോളേജസും ഞങ്ങളുടെ ടീം ഓൾറെഡി വിസിറ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ള കോളേജസ് ആയതിനാൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കായിട്ട് സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കോളേജസിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം അറിയാനായി ഞങ്ങളുടെ കൗൺസിലറുമായി നിങ്ങൾ ബന്ധപ്പെടുക.